എല്ലാ മാന്യ പ്രേക്ഷകർക്കും GAV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് വ്യൂസോണിക്കിൻ്റെ LX700 എന്ന് പറഞ്ഞ 4K ലേസർ പ്രൊജക്ടറിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിത് UK നിന്ന് ഇമ്പോർട്ട് ചെയ്യിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സീല് ചെയ്തിട്ട് കാണാം. പിന്നെ സീൽ ഓൾറെഡി പൊട്ടിച്ചതാണ്. അതിന് ശേഷം മേലെ കൂടെ ടേപ്പ് പൊട്ടിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ്ങിലേക്ക് നോക്കാം. ഓക്കെ, ആ ടേപ്പ് ഞാൻ കീറി എടുത്തിട്ടുണ്ട്. അടിപൊളി സാധനം. എന്താണ് അതിൻ്റെ ഒരു പ്രൗഢ്യത. അപ്പോൾ മുകളിൽ തന്നെ നമുക്ക് റിമോട്ട് കാണാം. നല്ലൊരു ഫീൽ ഗുഡ് റിമോട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ബാക്ക് ലിറ്റാണ്, അതായത് ഇരുട്ടത്ത് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ലൈറ്റ് തെളിയും. ഓക്കെ, നല്ലൊരു അടിപൊളി റിമോട്ട് തന്നെയാണുള്ളത്. നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ പ്രൊജക്ടർ കാണുന്നുണ്ട്. സൈഡിൽ എന്താ ഉള്ളത്? സൈഡിലൊരു ഫ്ലാപ്പ് മാതിരിയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വരുന്ന സംഭവം ഒരു പവർ കോഡാണ് കാണുന്നത്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇത് അഡാപ്റ്ററിലേക്ക് പോകുന്ന പവർ കോഡാണ്. സാധാരണ പ്രൊജക്ടർമാരി ഡയറക്റ്റായിട്ട് കുത്താൻ പറ്റില്ല. അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അഡാപ്റ്ററിലേക്കുള്ള പവർ കോഡാണ്. അതായത് അഡാപ്റ്ററിലേക്ക് ഇത് കുത്തിയിട്ട് ഇതാണ് പിന്നെ ഇലക്ട്രിക് ഇതിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മാറ്റി വയ്ക്കാം. പിന്നെന്താ ഉള്ളത്? പിന്നെ ഉള്ളത് അഡാപ്റ്ററാണ്. ഒരു മിനിറ്റ്, അതൊന്ന് പുറത്തെടുത്തോട്ടെ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അഡാപ്റ്റർ. അപ്പോൾ നല്ല വെയിറ്റുള്ള അഡാപ്റ്ററാണ്. ഇത് ഊരാൻ പറ്റുന്ന ടൈപ്പ് അല്ല. ഓക്കെ, അപ്പോൾ ഈ അഡാപ്റ്ററിൻ്റെ ഈ ഭാഗമാണ് പ്രൊജക്ടറിലേക്ക് കുത്തേണ്ടത്. മറുവശത്ത് ഈ കാണുന്ന പ്ലഗ് കുത്തണം. ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഇനിയിപ്പം മെയിൻ ഐറ്റമായ പ്രൊജക്ടർ ഞാനത് പുറത്തെടുത്തിട്ട് നോക്കാം. രണ്ട് സൈഡിലും ഈ ഫ്ലാപ്സ് ഇങ്ങനെ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഞാൻ പുറത്തെടുത്തോട്ടെ. എൻ്റെ അമ്മോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചോട്ടെ. ഇതാണ് പ്രൊജക്ടർ. നല്ല അടിപൊളി ഫിനിഷായിട്ട് ഉള്ളൊരു പ്രൊജക്ടർ. പ്ലാസ്റ്റിക്കാണ്, പക്ഷേ ഹൈ ഗ്രേഡ് പ്ലാസ്റ്റിക്കാണ്. താഴെ എക്സ്ബോക്സിൻ്റെ ലോഗോ കാണാം. അതായത് ഗെയിമിങ്ങിന് വേണ്ടി ഇത് ടെസ്റ്റ് ചെയ്ത് പ്രൂവനാണ്. ഇത് നമ്മുടെ ഫോക്കസ് റിംഗ് ആണ്. ഇത് നമ്മുടെ ലെൻസ് ഷിഫ്റ്റാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൊറിസോണ്ടൽ ലെൻസ് ഷിഫ്റ്റേ ഉള്ളൂ. പിന്നെ ഇത് സൂം, അതായത് പിക്ചർ വലുതാക്കാനും ചെറുതാക്കാനും വേണ്ടിയുള്ള സൂം ബട്ടൺ. ഇത് വ്യൂസോണിക്കിൻ്റെ ബ്രാൻഡിങ്. തിരിക്കട്ടെ. അമ്പോ, നല്ല വെയിറ്റ് ഉണ്ട്. കാണാൻ ചെറുതാണെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ബേസിക്കായിട്ടുള്ള ബട്ടൺ, പവർ, കീ സ്റ്റോൺ, പിന്നെ അതുപോലെ തന്നെ ഓട്ടോ കീ സ്റ്റോൺ, അങ്ങനെ സോഴ്സ്. ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കാം. ഇവിടെ ലേസർ പ്രൊജക്ടറിന് എഴുതി വെച്ചിട്ടുണ്ട്. 2 HDMI ഇന്നാണ് ഇതിലുള്ളത്. ഇത് വന്നിട്ട് ഞാൻ തെറ്റിദ്ധരിച്ച 2.1 സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് 2.0B സപ്പോർട്ട് ചെയ്യുന്ന HDMI പിന്നെ ഇൻ ഉള്ള സംഭവമാണ്. അതിൽ ഒന്നിൽ EARC ഉണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത, പിന്നെ ഗെയിമിംഗ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു അടിപൊളി പ്രൊജക്ടറാണ്. ഓട്ടോ ലോ ലേറ്റൻസി മോഡ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ വേരിയബിൾ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യും. 4K 60 Hz പിന്നെ പിക്ചർ പ്ലേ ബാക്ക് ഉണ്ട്. HDR10ൻ്റെ സപ്പോർട്ടും ഉണ്ട്. ഇതിൽ വരുന്നത് ഡ്യുവൽ ബ്ലൂ ലേസറാണ് വരുന്നത്. മറ്റേ ബാക്കി ചില പ്രോഡക്ട്സിന് RGB, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ ലേസർ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ടറിന് വരുന്നത് ഡ്യുവൽ ബ്ലൂ ലേസർ പ്രൊജക്ടറാണ്. അപ്പം ആ ഡ്യുവൽ ബ്ലൂ ലേസർ പ്രൊജക്ടർ ഒരു ഫോസ്ഫർ ഡിസ്കിലൂടെ കടത്തി വിട്ടിട്ട് അതിൻ്റെ പിന്നെ ഈ ബ്ലൂ ലേസർ ഉപയോഗിച്ചിട്ട്
ചെറു പ്രത്യേക സ്പെക്ട്രത്തിലുള്ള ലൈറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് വീണ്ടും പിന്നെ പ്രൈമറി കളർ സെറ്റ് ഡിവൈഡ് ചെയ്തിട്ട് DMD മിറേഴ്സിലേക്കൂടെ അയച്ചിട്ട് ഒരു 3 ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ 3 മേർജ് ചെയ്തിട്ടാണ് പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് നേറ്റീവ് 4K പ്രൊജക്ടറാണ് അവകാശപ്പെടുന്നത്, പക്ഷേ ഇത് നേറ്റീവ് 4K പ്രൊജക്ടർ അല്ല, പിക്സൽ ഷിഫ്റ്റിംഗ് ടെക്നോളജിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് 0.65 ഇഞ്ച് വരുന്ന DMD ചിപ്സെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ പ്രൊജക്ടറിൽ 0.47 ഉണ്ട്. അതിൻ്റെ പ്രത്യേകത 0.47 ചിപ്പിൽ നിന്ന് നമുക്ക് ഏകദേശം 1080p പിക്സൽസ് ഉള്ള പിക്ചർ വരെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇത് 0.65 ആയതുകൊണ്ട് തന്നെ 2K പിന്നെ പിക്ചർ പ്രൊഡ്യൂസ് ചെയ്യും ബൈ ഡിഫോൾട്ട്. അപ്പം പിക്സൽ ഷിഫ്റ്റിംഗ് 2 പ്രാവശ്യം ചെയ്താൽ മതി. മറ്റേത് ബൈ ഡിഫോൾട്ട് 1080 പിക്സൽ ക്രിയേറ്റ് ചെയ്യുന്ന DMD ചിപ്പിൽ നിന്ന് 4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തിട്ടാണ് 4K ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് I6i അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. അതായത് ഡസ്റ്റ് പ്രൂഫും വാട്ടർ റെസിസ്റ്റൻസ് പ്രൂഫുമാണ്. പിന്നെ ഫാൻ്റെ ഇൻടേക്ക് ഈ ഭാഗത്തുണ്ട്, ബാക്ക് ഭാഗത്തുണ്ട്. ഓക്കെ, അപ്പം പിന്നെ ഒരു അടിപൊളി പ്രൊജക്ടറാണ്. 3500 ലൂമൻസ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്. ഓക്കെ, ഇതിലുള്ള പിക്ചർ മോഡ്സ് പിന്നെ ബ്രൈറ്റ്, സിനിമ, വിവിഡ്. പക്ഷേ ഇതിലാകെ ഉള്ളൊരു ഡ്രോബാക്ക് ഇതിൻ്റെ HDR സെറ്റിങ്സ് ഒന്നേ ഉള്ളൂ. അതിനുള്ള കാരണം ഇത് സ്റ്റാറ്റിക് HDR മാത്രം സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്താ ഈ സ്റ്റാറ്റിക് HDR എന്താണെന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി ഹൈ ഡൈനാമിക് റേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഗിവൺ പിക്ചറിൽ അതിൻ്റെ ബ്രൈറ്റസ്റ്റ് പോയിൻറ്റും അതിൻ്റെ ഡാർക്കസ്റ്റ് പോയിൻറ്റും ഇതാണ് HDR. ഇത് രണ്ടും തമ്മിലുള്ള കോൺട്രാസ്റ്റ് എന്ന് പറയാം, ഒറ്റ വാക്കിൽ കോൺട്രാസ്റ്റ് എന്ന് പറയാം. കോൺട്രാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ 3:1 ആണ് കോൺട്രാസ്റ്റ് റേഷ്യോ. ബ്ലാക്ക് ലെവൽസ് പിന്നെ ഏറ്റവും മുന്തിയ ബ്ലാക്ക് ലെവൽസ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നിരുന്നാലും മോശമല്ല. ഒരു DLP പ്രൊജക്ടറിനെ സംബന്ധിച്ചോളം നല്ല ബ്ലാക്ക് ലെവൽസ് തന്നെയാണ്. അപ്പോൾ ആ HDR പിന്നെ അതായത് അതിൻ്റെ ബ്രൈറ്റ്നസ് പല രീതിയിലാണ് പല മൂവീസിലും മിക്സ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ബ്രൈറ്റ്നസ് നിറ്റ്സ് എന്ന് പറയും അതിൻ്റെ മെഷർമെൻറ്റ്. 100 നിറ്റ്സ് മുതൽ 1000 നിറ്റ്സ്, 4000 നിറ്റ്സ്, 10,000 നിറ്റ്സ് വരെ അതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരെ പോവാം. ഓക്കെ, അപ്പോൾ അത് ഡൈനാമിക് HDR ആണ്. അതിനനുസരിച്ചിട്ടുള്ള ടോൺ മാപ്പിംഗ് ചെയ്യുന്ന കുറേ അധികം പ്രൊജക്ടേഴ്സ് മാർക്കറ്റിലുണ്ട്, പക്ഷേ അതിനൊക്കെ വില വളരെ കൂടുതലാണ്. ഇത് അതല്ല ചെയ്യുന്നത്, ഇത് സ്റ്റാറ്റിക് HDR എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബ്രൈറ്റ്നസ് ഒരേ രീതിയിൽ ഏകദേശം ഒരേ ലെവലിൽ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ടറാണ്. ഏതായാലും ഇത്രയുമാണ് ഇന്നത്തെ ഈ അൺബോക്സിങ് വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ 2-3 ദിവസം സ്ഥലത്തുണ്ടാവില്ല, തിരിച്ച് വന്നിട്ട് ഇതിൻ്റെ ബാക്കി ഹുക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ ദിസ് ഇസ് ജോർജ് സൈനിങ് ഓഫ്. ബൈ.